അടുത്തതായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സ്കിറ്റുമായി ഒരു ടീം വേദിയിലേക്ക് എത്തുന്നു. ടീം കോമഡി കിങ്സ്. ടൈറ്റാനിക് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രാ കപ്പലായിരുന്നു. ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് 1912 ഏപ്രിൽ 14 ടൈറ്റാനിക്കിന്റെ കന്നിയാത്ര ആരംഭിച്ചു. ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന ഈ കൂറ്റൻ കപ്പലിന്റെ കഥ ഹോളിവുഡ് സംവിധായകനായ ജെയിംസ് ക്യാമറൂൺ ഒരു ചലച്ചിത്രമാക്കി മാറ്റി. ലോകം മുഴുവനുള്ള പ്രേക്ഷക ലക്ഷങ്ങളുടെ പ്രശംസയും അംഗീകാരവും കരസ്ഥമാക്കിയ ഈ ചിത്രം നിരവധി ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടി. ടൈറ്റാനിക്. നമസ്കാരം, ഞങ്ങൾ MNTV-ന്ന് വരുവാ. റോസമ്മായി അല്ലേ? ആരാടാ നിന്റെയൊക്കെ റോസമ്മായി? ആരാടാ നിന്റെയൊക്കെ അമ്മായി? ഞാൻ റോസ്. അങ്ങനെ വിളിച്ചാ മതി. ഞാൻ റോസ്. ആരാ നിങ്ങളൊക്കെ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊന്ന് കാണാൻ വന്നതാ. ടൈറ്റാനിക് കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാള് മുത്തശ്ശിയാണല്ലോ. ഏത് മൂത്താശാരി? മൂത്താശാരി അല്ല, മുത്തശ്ശിയാണല്ലോ. അതിന് ആ കപ്പൽ യാത്രയുടെ കഥ ഞങ്ങൾക്കൊന്ന് അറിയണം. ആ കഥ പറയണമെങ്കിൽ കുറച്ച് പുറകോട്ട് പോണം. പോകാം. ഇത്രയും പുറകോട്ട് പോയാൽ മതിയോ? ഇനി നീ പുറകോട്ട് പോയാ നടുവും തല്ലി വീഴും. അയ്യോ, എന്നാ അങ്ങ് വരാം. അല്ല, എന്നായിരുന്നു ഈ യാത്ര? കൊല്ലവർഷം. എന്ന് വെച്ചാ ഞങ്ങളെ എല്ലാം കൊല്ലാൻ കൊണ്ടുപോയ വർഷം. എവിടുന്നായിരുന്നു ഈ യാത്ര തുടങ്ങിയത്? നീണ്ട കര. അതൊരു നീണ്ട കരച്ചിലിനുള്ള യാത്രയായിരിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഈ യാത്രയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി എന്റെ ജാക്കിനെ കാണുന്നത്. ഈ ജാക്ക് ആളെങ്ങനുണ്ട്? ചുള്ളനാണോ? ഒറ്റ നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സൂക്ഷിച്ചൊക്കെ നോക്കിയ അവിടെ എവിടെയൊക്കെ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്ത് സുന്ദരമായ യാത്രയായിരുന്നു അത്. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. രൂപയ്ക്ക് നല്ല ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. ആരാടാ ഇതിനകത്ത് ഇഞ്ചി മിഠായി വെക്കണേ? ദൈവമേ, വേണ്ട കപ്പിത്താൻ. ഇതൊരു സ്റ്റാൻഡേർഡ് കപ്പലാണോ? എന്നാ മഞ്ച് മിഠായി, മഞ്ച് മിഠായി, മഞ്ച് മിഠായി. എന്നാലും ഓക്കെ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കപ്പലിന്റെ കയറഴിച്ചു വിടാൻ പോവുകയാണ്. കപ്പലിലും കരയിലും ചവിട്ടി നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കപ്പലെടുക്കാൻ പോവുകയാണ്. കവ കീറിപ്പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. എല്ലാവരും അവരവരുടെ കൂടും കുടുക്ക എടുത്തോണ്ട് വേണം കയറാൻ. പിന്നെ കപ്പല് പകുതി എന്നിട്ട് തിരിച്ചു വരുന്ന പരിപാടിയില്ല. പറഞ്ഞേക്കാം. അങ്ങോട്ട് മാറി നിൽക്കി. താൻ അങ്ങോട്ട് പോവാ. ഞാൻ എന്റെ കൂട് മാത്രമേ എടുത്തുള്ളൂ. കുടുക്കി എടുക്കാൻ പോവാ. ആരാടാ ഇവിടെ കർച്ചീഫ് ഉണക്കാൻ കൊണ്ടിട്ടേക്കുന്നേ? ആരാന്നോ? അയ്യോ, അത് എന്റെതാ. ഞാൻ നേരത്തെ വന്ന സൈഡ് സീറ്റ് അങ്ങ് ബുക്ക് ചെയ്തതാ. കാറ്റ് കൊണ്ടങ്ങ് പോകാമല്ലോ. കർച്ചീഫ് ആയത് കാര്യമായി. നിന്റെ ഡബിൾ കൊണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കപ്പൽ നീ സ്വന്തമായിട്ട് എടുത്തേനെ. അടുത്തയാൾ എവിടെ? ടിക്കറ്റ്? ടിക്കറ്റ് ഇല്ലേ? കത്താണല്ലോ തരുന്നേ. നോക്കട്ടെ. ബഹുമാനപ്പെട്ട കപ്പിത്താൻ അറവറോ. ഈ കത്തുമായി വരുന്നത് സുകുമാരന്റെ മകൻ ഷിബുവാണ്. നീയോ? കൊള്ളാം. എന്നിട്ട് ഇവൻ ഈ കപ്പലിൽ യാത്ര ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ളതിനാലും അത് നല്ലതാ. കയ്യിൽ 10 പൈസ ഇല്ലാത്തതിനാലും ഓഹോ അതില്ലേ, ഇവന് ദയവ് ചെയ്ത് കപ്പൽ യാത്രയ്ക്ക് അനുവദിക്കണമെന്നും സൈഡ് സീറ്റ് തന്നെ കൊടുക്കണമെന്നും താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. തരാം എന്ന് പ്രസിഡന്റ് പേരപ്പൻ. പേരപ്പനോ? അയ്യോ അല്ല, പേര് ഒപ്പൻ. നന്നായി. അതെ, ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രസിഡന്റ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണോ അതോ അമേരിക്കൻ പ്രസിഡന്റ് ആണോ? ഞങ്ങളുടെ കരയോഗത്തിലെ പ്രസിഡന്റാ. ഓ, കരയോഗം പ്രസിഡന്റ് പറഞ്ഞിട്ട് വന്ന ആളാണ്. ആ ചെല്ല്, കിട്ടും കിട്ടും. സൈഡ് സീറ്റ് തന്നെ കിട്ടും. ചെല്ല്. തുരുമ്പ് പിടിച്ച് തൊണ്ടയായിട്ട് വന്നേക്കോ അത് എണ്ടി. റോസ്, stay there. അവിടെ നിൽക്കൂ. ഹലോ സെക്യൂരിറ്റി. സെക്യൂരിറ്റിയോ? ഞാനോ? ഞാൻ ഈ കപ്പലിന്റെ ഓണറാണ്, കപ്പിത്താൻ എസ്തപ്പാൻ. ടിക്കറ്റ് നോക്കട്ടെ. 1 2 3 4. ഓ, 4 എണ്ണം ഉണ്ട്. ഒരാൾ വന്നിട്ട് 4 യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ്. നടക്കൂല വച്ചേ. അയ്യോ അതല്ല, ഇതെന്റെ അച്ഛൻ, ഇത് അമ്മയുടെ, ഇതെന്റെ മുറച്ചെറുക്കന്റെ. എന്നിട്ട് അവനവിടെ? എന്റെയും പപ്പയുടെയും അവന്റെയും പെട്ടി അങ്ങ് ജട്ടിയിലിരിക്കുവാ. അതങ്ങ് എടുക്കാൻ പോയിരിക്കുവാ. സാധാരണ പെട്ടിക്കകത്തല്ല ജട്ടി ഇടുന്നത്. അല്ല, ജട്ടിക്കകത്ത് ആരെങ്കിലും പെട്ടി ഇടുവോ വച്ചേ? തിരിഞ്ഞു പോയി വേഗം മാറ്റ്. അയ്യേ അതല്ല, ബോട്ട് ജട്ടി. ഹായ് റോസ്.
ഹായ് ക്യാപ്റ്റൻ രാജു. ക്യാപ്റ്റൻ രാജു. അല്ല കപ്പിത്താൻ. ആ. Glad to meet you. I am Sebastian. ഓ ഇതാ എന്റെ മുറച്ചെറുക്കൻ. ഓ മനസ്സിലായി. ഹായ് റോസ്. It's for you. I love you. എടാ മുറിച്ചുണ്ടാ. മുറിച്ചുണ്ടോ? അല്ല മുറച്ചെറുക്ക. എടാവേ എഴുന്നേറ്റ് പോടാവേ. അവള് പോയി. അവൻ മുട്ടേക്കുന്ന് പ്രാർത്ഥിക്കാൻ വന്നേക്കുന്നു. മുട്ടന്റെ ചിരട്ട തന്നെ പോകും. എന്നാ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. പറയടി ഐ ലവ് ഇന്ന്. എന്റെ ഇന്ന് പൂ മേടിക്കേണ്ടത് നീ പോന്നല്ലേ നാണം കെടുത്താനായിട്ട്. പറയടി ഐ ലവ് ഇന്ന്. എടി പറയാ ഐ ലവ് ഇന്ന് പറയടി. കഴുത്തെ കുത്തി പിടിച്ചിട്ട് I love you എന്ന് എങ്ങനെ ഞാൻ പറയുന്നേ? I love you. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായ? എങ്ങനെയുണ്ട്? കണ്ടാ? കണ്ടേ. ഹലോ ക്യാപ്റ്റൻ, ഞങ്ങൾ ഈ രാജ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണേ. അതെനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെനു ഉണ്ടോ? മെനു ഉണ്ടല്ലോ. എവിടെയാണ്? എടാ മനു. ആട്ടെ ഈ മനുവിനെ എങ്ങനെ അറിയാം? മനു അല്ല, മെനു. ഫുഡിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മീൻകറി. ഗുഡ്, ലഞ്ച് ചോറും മീൻകറി. വെരി ഗുഡ്. അത്താഴം ചപ്പാത്തി മീൻകറി. പിന്നെ പിറ്റേ ദിവസം ഇതൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ഈ മീൻകറി എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഏത് മീനാണെന്ന് ഇതുവരെ പറയുന്നില്ല. ഏത് മീനാണ്? അങ്ങനെ ഇന്ന മീനൊന്നുമില്ല. ഞാൻ ഈ കപ്പലിന്റെ കപ്പിത്താനാണ്. ഇതേ കണ്ട ഒരു ചൂണ്ടയിരിക്കണേ. ആ ചൂണ്ടയിലേക്ക് ഇവിടുത്തെ കോഴിയുടെ വേസ്റ്റ് കുടലങ്ങ് തിരികെ വെച്ചിട്ട് നേരെ കടലിലേക്ക് ഇടും. അതിലേക്ക് ചിലപ്പോൾ ചാള കൊത്തും, അല്ലെങ്കിൽ അയല കൊത്തും, അല്ലെങ്കിൽ സിലോപ്പിയ കൊത്തും. ഇതിന് ഏതിലങ്ങ് പിടിക്കും. അതിന്റെ ചെതമ്പൽ പോലും കളയാതെ കറി വെച്ചങ്ങ് തരും. മതി, ഇപ്പൊ ക്ലിയർ ആയി. ഇല്ല കൺഫ്യൂഷൻ അടിച്ചേനെ. നാരങ്ങ വെള്ളം ആ, ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളം. പിടിച്ചോളൂ. ഇവിടെ ഞാൻ ഉപ്പ് നാരങ്ങ വെള്ളമല്ലേ ചോദിച്ചത്. എന്നിട്ട് നാരങ്ങ ഗ്ലാസ് മാത്രമല്ലേ ഉള്ളൂ. ഉപ്പും വെള്ളവും എവിടെ? നിന്റെ കണ്ണിൽ എന്നാടാ മത്ത കുത്തിയേക്കാണോ? ഉപ്പുവെള്ളം അല്ലേ കിടക്കുന്നത്? കോരിയെ കൊണ്ട് കുടിക്കേ. കപ്പല് പുറപ്പെടുവാൻ സമയമായി. കേരളൂർ വേഗം വന്ന് കയറണം. ഇതൊരു അറിയിപ്പാണ്. അയ്യോ നിർത്ത് കപ്പൽ വിടരുത്, ഞാൻ കേറിയിട്ടില്ല. അയ്യോ, താനെന്താണോ താമസിച്ചത്? അല്ല ഞാൻ ആദ്യമായിട്ടാണല്ലോ കപ്പലിൽ കയറുന്നത്. അതിന്റെ ഒരു പേടിയുണ്ട്. ഞാനും ആദ്യമായിട്ടാ. അല്ല ഞാൻ ഈ കപ്പലിൽ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടായതുകൊണ്ട് പേടി മാറ്റാൻ വേണ്ടി ഒരെണ്ണം ഒഴിച്ചു വെച്ചു അടിക്കാൻ. ഞാൻ അടിച്ചു പോലുമില്ല, ചാടിയിട്ട് കയറി. ഒന്ന് ചവിട്ടാവോ? ഞാൻ പോയി അടിച്ചിട്ട് വരാം. പിന്നെ എന്താ ചവിട്ടാലോ? എന്നാ പിടിച്ചു. അമ്മേ, എന്ത് പണിയാണോ ഈ കാണിക്കുന്നത്? ഞാൻ കാണിക്കും, എനിക്ക് കാണിക്കാം. ഞാനാണ് കപ്പലിന്റെ മുതലാളി, കപ്പിത്താൻ എസ്തപ്പാൻ. വീട് രാജസ്ഥാൻ. എങ്ങനെ വന്നു ഇങ്ങോട്ട്? തന്നെത്താൻ. ഇതെന്താ ഈ മീശ ഇങ്ങനെ കെട്ടുവെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത്? അഥവാ ഈ കപ്പലെങ്ങാനും അപകടത്തിൽ പെട്ടാൽ പെടുവോ? പെടില്ല. അഥവാ പെട്ടാല് ഈ മീശ കണ്ടോ, ഈ മീശ ചരിച്ചു വെച്ചിട്ട് ഞാൻ കടലിലേക്കിടെ തുഴഞ്ഞങ്ങ് പോകും. അത് കൊള്ളാം. ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഈ കപ്പൽ അങ്ങനെ മുങ്ങത്തില്ല. കപ്പല് മുങ്ങത്തില്ലെന്നുള്ളത് ഉറപ്പാണോ? പിന്നെ ഉറപ്പല്ലേ. ചെല്ലപ്പനാശാരി ഇത് പണിത്. അതായത് ഒറ്റ പ്ലാമൂട്ടിൽ ശോശ. ഒറ്റപ്ലാമുട്ടി ശോശയോ? അതല്ല, ഒറ്റ പ്ലാവെ തീർത്ത കപ്പലാണിത്. ഈ ചക്ക പൊങ്ങി കിടക്കണ പോലെ പ്ലാന്തടി പൊങ്ങി കിടത്തോളൂ. അതുകൊണ്ട് കപ്പലിൽ ഒരു അടപടകോ ഉണ്ടാകത്തില്ല. അടപടകോ? അല്ല അപകടം ഉണ്ടാകത്തില്ല. ആ നീ എന്നോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ നീ വല്ല കമ്പിയിലും പിടിച്ച് വെക്കാൻ പോകും. കപ്പൽ പുറപ്പെടാൻ പോവാ കേട്ടോ. ആ പിന്നെ ഒരു കാര്യം, കയ്യും തലയും പുറത്തിടരുത്. ആ എന്താ? വല്ല സ്രാവും കടിച്ചോണ്ട് പോകൂടാ ഭ്രാന്താ പിന്നെ. ആ ദേ കപ്പൽ പുറപ്പെടാൻ പോകുന്നു. എവിടെ ടൂർ പോയാലും എക്സ്കർഷൻ പോയാലും ഇവനൊക്കെ ഈ പാട്ട് മാത്രമേ ഉള്ളൂ. നിർത്താം അതിന്റെയൊക്കെ പാട്ട്. ആ ഹായ്, ഒരു സുന്ദരി ഊഞ്ഞാലാടുകൃതേ. എക്സ്ക്യൂസ് മീ, എന്നെ കൂടി ഒന്ന് ആട്ടുവോ? പിന്നെന്താ? ഇതിൽ കൂടുതൽ എന്നെ ആട്ടാനാടാവേ. അതാരാ? എസ്തപ്പാൻ ചൂണ്ടിട്ടോണ്ടിരിക്കുവാണേ. ഓക്കെ ഇട്ടോ. എന്ത് ചെയ്യുവാ? തുപ്പിക്കളിക്കുവാ. ഇങ്ങനെ താഴോട്ട് തുപ്പിക്കളിക്കാൻ എന്ത് രസവാ. ഇങ്ങനെ തുപ്പി കളിക്കുന്നതല്ല രസം. പിന്നെ നമ്മൾ മലന്ന് കിടന്നിട്ട് മേളോട്ട് തുപ്പണം. അപ്പൊ നെറ്റി തന്നെ വന്ന് വീഴും. അതാ രസം. പിന്നെ തെറിപ്പിച്ച് തുപ്പാങ്കി മഴവില്ല് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഏയ് സുന്ദരി, നിങ്ങൾ ആള് കൊള്ളാലോ. നിങ്ങൾ തുപ്പിയെടുത്ത് ദേ 2 മീനുകൾ ചത്തു പൊങ്ങി. മനു ചട്ടി ചൂടാക്കിയോ, 2 മീനുകൾ ചത്തുപൊങ്ങി. അറിയാം
ചേട്ടന്റെ വീട് എവിടാ? എന്റെ വീട് പാല, പേര് ജാക്ക്. എന്നാ ഞാൻ ജാക്കി ചായൻ എന്നേ വിളിക്കൂ. അയ്യോ, അതിന് ജാക്കി ചാൻ ചൈനയിലല്ലേ? അയ്യോ, ജാക്കി ചായനല്ല, ജാക്കി അച്ചായൻ. പാലായിലുള്ളവര് അച്ചായൻ എന്നല്ലേ വിളിക്കാറ്? എന്റെ പേര് റോസ് എന്നാ. എനിക്ക് ഈ റോസാപ്പൂ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാ. എവിടെ കണ്ടാലും ഞാൻ പറിക്കും. ഈ റോസാപ്പൂവും ഞാൻ പറിക്കും. അത് നടക്കത്തില്ല, ഇതിന് തോട്ടക്കാരനുണ്ട്. എന്താ തോട്ടക്കാരന്റെ പേര്? സെബാസ്റ്റ്യൻ, എന്റെ മുറച്ചെറുക്കനാ. നീ അവനോട് ഇഷ്ടമാണെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോ മാത്രം. ഹായ്, ഇവിടെ നിന്നിട്ട് നല്ല കാറ്റുണ്ട്. വാറ്റുണ്ടായിരുന്നോ? എടി കള്ളി, എന്നാ പറയട്ടായിരുന്നു, ഇന്ന് ഞാൻ പൊളിക്കും. അയ്യോ, വാറ്റല്ല, കാറ്റ്. എന്ത് നല്ല കാറ്റാ ഇവിടെ. ഈ തണുത്ത കാറ്റ് ശരീരത്തിൽ തലോടുമ്പോ ജാക്കിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വല്ലാത്തൊരു കുളിർമ അല്ലേ? ഞാനൊരു പാട്ട് പാടാം. വാടാതോ അവിടെ പാട്ട് തുടങ്ങാൻ പോന്ന്. കേക്കാം കേക്കാം. എന്റെ മുറച്ചെറുക്കന് ഭയങ്കര സംശയാ. നമ്മളിങ്ങനെ നിക്കുന്നത് കണ്ടാ തന്നെ അങ്ങിരിപ്പോ സംശയിക്കാൻ തുടങ്ങും. എന്റെ മനസ്സിൽ കള്ളമില്ല, നിന്റെ മനസ്സിലോ? ഇല്ല, എന്റെ മനസ്സിലും കള്ളമില്ല. ഇല്ലല്ലോ. ഇപ്പൊ ചെറുതായിട്ടൊരു കള്ളം വരുന്നുണ്ട്. Every night in my dreams, I see you, I feel you. That is how I know you go on. ആരടാ നീ? ജാക്കി. അത് കണ്ടപ്പോ മനസ്സിലായി. നിന്റെ തൊഴിലല്ലേ ചോദിച്ചത്, പേരാണ് ഞാൻ ചോദിച്ചത്. പേരാ പറഞ്ഞത് ജാക്കി. ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നീ ആരാ? മുറച്ചെറുക്കൻ. ഒരു മുറത്തിന് എന്ത് വില കിട്ടും? 10 രൂപ. അയ്യോ, അതല്ല, ഇവളെ കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കൻ, മുറച്ചെറുക്കൻ. പറയടി എന്നോട് ഐ ലവ് യു. എടി പറയടി ഐ ലവ് യു. എടി പറയടി ഐ ലവ് യു. I love you, I love you, ജാക്ക്. വാടി ഇവിടെ. കപ്പിത്താനെ, കപ്പിത്താനെ, ഇതെന്നാ ദിശ നോക്കുവാണോ? ദിശ നോക്കാനോ? എവിടുന്ന്? ഞാൻ വല്ല കുളിസീനും ഉണ്ടോ നോക്കുക. നടുക്കടലിൽ എവിടുന്നാ കുളിസി? വലിയ മത്സ്യകന്യകള് വന്ന് കുളിച്ചാലോ? പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കപ്പിത്താനെ, എന്തോ ഈ കപ്പലിൽ എല്ലാം കിട്ടുമല്ലോ? എല്ലാം കിട്ടും. ആണല്ലേ? ഒരു കോലേജ് കിട്ടാൻ സാധ്യതയുണ്ടോ? അയ്യടാ, പോലീസ് കിട്ടിയല്ലോ. അത് ഒപ്പിക്കാം, ഞാൻ ഒപ്പിക്കാം. ആ ആ, കേട്ടോ? ആ, ഐസ് തിന്നാൻ കൊതിയാവുന്നു. കപ്പിത്താനെ, എന്തോ കപ്പലിന്റെ ബ്രേക്ക് പോയി. കപ്പലിന്റെ ബ്രേക്ക് പോയെന്നോ? നോക്കട്ടെ. അയ്യോ, മഞ്ഞുമല. എടാ, കപ്പലിന്റെ മുന്നോട്ട് പോകരുത്. റിവേഴ്സ് ഗിയർ ഇട്, റിവേഴ്സ് ഗിയർ. ആ, തിരിക്ക് തിരിക്ക് തിരിക്കാൻ. എടാ, അപായം അപായം. സാറേ, റിവേഴ്സ് ഗിയർ വീഴുന്നില്ല. മനു, ചട്ടി എടുത്ത് മാറ്റിട്ട് റിവേഴ്സ് ഗിയർ ഇടടാ പട്ടി. ദേ ഇടിക്കും. എടാ, ഇപ്പൊ ഇടിക്കും. ദേ ഇടിച്ചു. അയ്യോ, വണ്ടി മുമ്പോട്ട് പോകരുത്. അയ്യോ, മഞ്ഞുമല മഞ്ഞുമല ഇടിക്കും. ദേ, മഞ്ഞുമല ഇടിച്ചു. അയ്യോ, മഞ്ഞുമല കപ്പലിടിച്ചേ. അയ്യോ, മഞ്ഞുമല കപ്പലിടിച്ചേ. അയ്യോ, മഞ്ഞുമല കപ്പലിടിച്ചേ. നിർത്തടാ. നീ മഞ്ഞുമലയുടെ സൈഡാണോ അതോ കപ്പലിന്റെ സൈഡാണോ? ഹായ്, ദേ മഞ്ഞുമല. നീയല്ലേ ചിരുമ്പാട് വന്ന് ഐസ് ചോദിച്ചത്? ഒരു പിക്കാസ് എടുത്തോണ്ട് വന്ന് കിളച്ച് പറിച്ച് തിന്നടാ. അയ്യോ, ചാകുവേ, വെള്ളം കുടിച്ച് ചാകുവേ. അയ്യോ, ആ കരയോഗം പ്രസിഡന്റ് കത്ത് തന്നു വിട്ട ആളല്ലേ നീ? അതെ. ഞാൻ അന്നേരം വിചാരിച്ചത് നിനക്ക് കരയാനുള്ള യോഗം ഉണ്ടെന്നോ. ഞാൻ ആ കാണുന്ന പാറപ്പുറത്തോട്ട് ചാടിക്കോട്ടെ? ധൈര്യമായിട്ട് ചാടിക്കും. കപ്പിത്താനെ, കപ്പിത്താനെ, ദാ കണ്ട ആ ചെറുക്കൻ ചാടിയതൊരു യമഹ വെച്ച വള്ളത്തിലാന്നാ തോന്നുന്നു. ഇല്ല, പാഞ്ഞു പോണത് കണ്ട? അത് യമഹ വെച്ച വെള്ളം അല്ലടാ. പിന്നെ അവനെ ഒരു സ്രാവ് കടിച്ചു പിടിച്ചോണ്ട് പാഞ്ഞു പോണതാ. നിർത്തടാ. അവന്റെ ഒരു വയലിനും ഗിത്താറും ഈ സമയത്ത് അവൻ വായിക്കാൻ വന്നേക്കണത്. പോടാ അവിടുന്ന്. അയ്യോ, അല്ല പിന്നെ എന്നോടാ കളി.
നിങ്ങളെന്ത് മനുഷ്യനാ? അവനെ ചവിട്ടി വെള്ളത്തിലിട്ടിട്ട് അവന്റെ വയലിനടുത്ത് നിങ്ങളെന്തിനാ വായിക്കുന്നത്? ഞാൻ വായിക്കുന്നതോ അവന്റെ ആത്മശാന്തിക്ക് വേണ്ടി. എന്റെ കപ്പിത്താനെ, കപ്പൽ മുങ്ങി എല്ലാരും ചാകാറായി. ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം ഇല്ലേ? ഇവിടെ കപ്പിത്താൻ എസ്തപ്പാനെ താനല്ലേ പറഞ്ഞത് ഇതൊരിക്കലും ഇടിക്കത്തില്ല മറിയത്തില്ലെന്ന്? എന്നിട്ട് ഇപ്പോഴും കപ്പൽ ഇടിച്ച് തകർന്നു നിൽക്കുന്നത് കണ്ടില്ലേ? തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കപ്പൽ ഇടിക്കത്തില്ല, ആൾക്കാർ മരിക്കത്തില്ല. പിന്നെ ഇപ്പൊ ഇടിച്ചതാ. കപ്പൽ അങ്ങോട്ട് ചെന്ന് ഇടിച്ചല്ലോ, മഞ്ഞുമല ഇങ്ങോട്ട് വന്ന് ഇടിച്ചതല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് രക്ഷപ്പെടണം. അത് പറഞ്ഞാൽ മതി, രക്ഷപ്പെടുത്താം. എങ്കിലെന്നെ രക്ഷപ്പെടുത്തു. പിന്നെ ഒരു ട്യൂബ് ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കണതാ. ഇത്തിരി പൈസ തന്നാ ഞാൻ അതങ്ങ് മറിച്ചു തരാം. എത്ര രൂപ വേണം പറ? എനിക്കൊരു 10,000 രൂപ തരാം. ഓ മതി. ചാവാൻ നേരത്താ പൈസ എണ്ണണേ, ഇങ്ങോട്ട് തരാം. ഇന്നാ റോസേ, നീ വരുന്നുണ്ടോ? ഞാൻ രക്ഷപ്പെടാൻ പോവാ. എന്റെ പട്ടി വരും. എങ്കിൽ പോടി. ദേ ഞാൻ ചാടി. എന്റെ അമ്മേ. എടാ കപ്പിത്താനെ, നിങ്ങൾ മറ്റേടത്തെ പണിയാണ് കാണിച്ചത്. നിങ്ങൾ രാജകുടുംബത്തിലുള്ളവന്റെ കാശും പഠിച്ചിട്ട് നിങ്ങൾ അവന് ട്യൂബ് കൊടുത്തില്ലേ? നിനക്ക് എന്നാ വല്ല ഭ്രാന്തുണ്ടോ? പിന്നെ ഞാൻ കണ്ടതോ. എടാ ഞാനത് പഞ്ചർ ഒട്ടിക്കാൻ വെച്ചിരുന്ന ട്യൂബല്ലേ അവനെ എടുത്തു കൊടുത്തത്. ആ പട്ടി മുങ്ങിച്ചാവൻ നിനക്ക് നല്ലതല്ലേ? ദേ നോക്ക്, അവൻ വെള്ളം കുടിക്കണ കാണാം. വാ. ഇതെന്ത് ഭാഷയാണോ ഇത്? തെറിയാ വിളിക്കുന്ന അവൻ. വെള്ളം ചേർത്ത് വിളിക്കുന്നോണ്ട് ഇച്ചിരി കട്ടി കുറവാ. ഹലോ കപ്പിത്താൻ, നിങ്ങൾ ഈ നിർണായക ഘട്ടത്തിൽ കപ്പലിന്റെ സൈഡിൽ പോയി എന്ത് നോക്കുക? എടാവേ, ഞാനേ ഇതുവരെയായിട്ട് കപ്പൽ മുങ്ങണ കണ്ടിട്ടില്ല. ഞാനത് നോക്കുക. എന്ത് രസല്ലേ. ജാക്ക്, നമ്മൾ എന്ത് ചെയ്യും? റോസ്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. റോസ്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ജാക്ക് ഇല്ലാതെ എനിക്ക് രക്ഷപ്പെടണ്ട. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം ജാക്ക്. റോസ്, എന്നെ വെറുതെ വിടൂ, നീ രക്ഷപ്പെടൂ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. മരിച്ചവരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൈപൊക്കി കാണിക്കേണ്ടതാണ്. ഞാനൊരു ബിരിയാണി ചെമ്പിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 5000 രൂപ. എല്ലാം ചത്തുന്നാ തോന്നുന്നത്. ജാക്ക്, കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്. തമ്പാക്കോ? ഈ സമയത്ത് ഞാൻ എവിടെ പോയി തമ്പാക്ക് കൊണ്ടുവരാനാ? തമ്പാക്കല്ല, കം ബാക്ക്. മടങ്ങി വരൂ, മടങ്ങി വരൂ. മടങ്ങാൻ പറ്റില്ല. ഐസ് കൊണ്ട് മരവിച്ച് വടി പോലെ ആയിപ്പോയി. മടങ്ങാൻ പറ്റില്ല. ജാക്ക്, 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 ജാക്ക്. Every night in my dreams, I see you, I feel you. That is how I know you. അപ്പോ ജാക്ക് മുങ്ങിയോ? അങ്ങനെ മുങ്ങിത്താഴാൻ ഞാൻ സമ്മതിക്കുവോ? എന്റെ വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് ഞാൻ അവനെ വെറുതെ വിടുവോ? അങ്ങനെ ജാക്കന്റെ കാമുകനായി, എന്റെ കുട്ടികളുടെ അച്ഛനായി, പിന്നെ മുത്തച്ഛനായി, മുതുമുത്തച്ഛനായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നായ ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ഇവിടെ വന്ന് ദീപം തെളിക്കും. എന്നിട്ട് ജാക്ക് എവിടെ? ദാ വരുന്നു എന്റെ ചാക്കിച്ചായ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നായി വരമായി